എരുമേലി പേട്ടതുള്ളലാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പേട്ടതുള്ളലിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മശാസ്താവ് മഹിഷി നിഗ്രഹം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേട്ട തുള്ളൽ ഇവിടെ ഈ എല്ലാ വർഷവും നടക്കുന്നത്. അമ്പലപ്പുഴ സംഘത്തിൻ്റെയും ആലങ്ങാട്ട് സംഘത്തിൻ്റെയും അങ്ങനെ രണ്ട് സംഘത്തിൻ്റെയാണ് ഇവിടെ പേട്ടതുള്ളൽ നടക്കുന്നത്. രാവിലെയാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ, ഉച്ച കഴിഞ്ഞ് നടക്കുന്നത് ആലങ്ങാട്ട് സംഘത്തിൻ്റെ. അത് രാവിലെ പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് പേട്ട തുള്ളൽ തുടങ്ങുന്നത്, അതായത് ചെറിയമ്പലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലപ്പുഴ സംഘം പേട്ട തുള്ളുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയമ്പലത്തിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു കൃഷ്ണപ്പരുന്ത് വന്നിട്ട് ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ടത് പറക്കും. അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ വന്ന് ഇതിനെ അനുഗമിക്കുന്നതാണെന്നും അനുഗ്രഹിക്കാൻ വരുന്നതെന്നുമാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് വാവരുപള്ളി ഇരിക്കുന്നത്. അപ്പോൾ ഈ അമ്പലപ്പുഴക്കാർ ഇവിടുന്ന് പേട്ട തുള്ളി നേരെ വാവരുപള്ളിയിലേക്കാണ് ആദ്യമേ കയറുന്നത്. ഈ പേട്ട സംഘത്തെ വാവരുപള്ളിയിലെ പ്രതിനിധികൾ അവരെ സ്വീകരിച്ച ശേഷം വാവരുപള്ളിയിൽ നിന്ന് ഒരു പ്രതിനിധി ഇവരുടെ കൂട്ടത്തിൽ ഈ പേട്ട തുള്ളി നേരെ വലിയമ്പലം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക്, അത് വലിയമ്പലത്തിലേക്ക് ഇവിടുന്ന് നീങ്ങും. അതാണ് ആദ്യത്തെ ഒരു പേട്ടതുള്ളൽ. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കൃഷ്ണപ്പരുന്ത് ചുറ്റിക്കറങ്ങി അങ്ങ് പോകും. പിന്നെ അത് വരത്തില്ല അതോടെ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞാണ് ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ട തുള്ളുന്നത്. ഇത് ആലങ്ങാട് സംഘമാണിത്. കുറേ ദിവസത്തെ കഠിനമായ വ്രതത്തിന് ശേഷമാണ് ഇവരെല്ലാം ഈ പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാം മറന്ന് ആ താളത്തിൽ തന്നെ ലയിച്ച് നിന്ന് ആടുകയാണ്. ഈ ആലങ്ങാട് സംഘം പേട്ട തുള്ളുന്ന സമയത്ത് ഈ വാവരുപള്ളിയിലെ ഉള്ളിലേക്ക് കയറത്തില്ല, അവിടെ നിന്നും വണങ്ങി അങ്ങ് പോകത്തേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ അമ്പലപ്പുഴ സംഘം പോയ സമയത്ത് ഈ വാവരുസ്വാമി ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെ കൂടെ പോയി എന്നാണ് വിശ്വാസം. അതിനാണ് ഈ വാവര് പള്ളിയിൽ നിന്നും ഒരു പ്രതിനിധി ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നത്, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. പക്ഷേ ഇവിടെ വളരെ ഒരു അതിശയം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്പലപ്പുഴ സംഘം പേട്ട തുള്ളുന്ന സമയത്ത് ഒരു ശ്രീകൃഷ്ണ പരുന്ത് വന്ന് വട്ടമിട്ട് ഇവരെ അനുഗമിച്ച് ഇങ്ങനെ പോകുന്ന കാര്യം. പക്ഷേ ഈ ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ഈ ആലങ്ങാട് സംഘം ഉണ്ടല്ലോ, ആലങ്ങാട് സംഘം പേട്ട തുള്ളുന്ന സമയത്ത് ഈ പരുന്ത് ഇവിടെ വരത്തില്ല. അത് വല്ലാത്തൊരു അതിശയം തന്നെയാണത്. ഇവിടെ ഭയങ്കര ജനത്തിരക്ക് തന്നെയാണ്. അടുത്ത വർഷം ഇതുപോലെ പേട്ട തുള്ളുന്ന സമയത്ത് നിങ്ങൾ ഒന്നൊന്ന് കണ്ടു നോക്കണം. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും.